വീടിൽ എൻ്റെ അമ്മു റിവേഴ്സ് ഡ്രിഫ്റ്റ് നോക്ക് ഗൈസ്, നമ്മുടെ റിവേഴ്സ് ഗൈസ്. വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാ നമ്മുടെ ലോട്ട് കാർസ് ഗൈസ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ കുഞ്ഞൻ വണ്ടി, കുഞ്ഞൻ നിസാൻ GTR. എങ്ങനെയുണ്ട് സാധനം? നമ്മൾ അൺബോക്സ് ചെയ്ത സമയമൊന്നും കളയുന്നില്ല, ഓൾറെഡി ബോക്സിൻ്റെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര, അതായത് ഒരു ഡൈകാസ്റ്റ് ആ ഒരു ഫീലൊക്കെ ഉണ്ട് കാണുമ്പോൾ. പക്ഷേ ഐറ്റം മൂഡ് സാധനം, RC ടയറൊക്കെ കണ്ടോ, ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഒരു ഡീറ്റെയിലും, പിന്നെ സ്പോയിലർ, ബാക്ക് ഡിഫ്യൂസർ, പിന്നെ സ്റ്റിക്കറിങ്ങും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ. ഫ്രണ്ടിലോട്ടാണെങ്കിലും നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യും കേട്ടോ, ടെയിൽ ലാമ്പൊക്കെ വർക്ക് ചെയ്യും. കിട്ടില്ല സാധനം അല്ലേ, മൂഡ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഐറ്റമാണ് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റംസാണ്. ഇതേ കോണുകൾ കിട്ടും നമുക്കിതിനിങ്ങനെ ചുറ്റിനും ഡ്രിഫ്റ്റൊക്കെ അടിക്കാം. നല്ല കിട്ടിലും ടറയും കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ദേ ഒരു കേബിള്, ചാർജിങ് കേബിള്. ബാറ്ററി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാണ് ഗൈസ്, കാണിച്ചു തരാം. ബാറ്ററി കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഗൈസ്. അത്യാവശ്യം നല്ല ബാക്കപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഫുള്ളായിട്ടൊന്നും ഓടിച്ച് നോക്കിയില്ല, പക്ഷേ ഞാൻ ഇതിൻ്റെ കോസ്റ്റും ഇത് എവിടുന്നാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ അതെ എക്സ്ട്രാ ടയേഴ്സ്. ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് ഡ്രിഫ്റ്റ് ടയേഴ്സാണ്. ഇത് കണ്ടോ, ഡ്രിഫ്റ്റ് സ്പെക് ടയേഴ്സാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇത് ഓൺ റോഡ് ടയേഴ്സാണ്, നമുക്ക് റോഡിൽ ഓടിക്കുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്പെയർ ടയേഴ്സ് കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ലൈസൻസ് ടു ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മാനുവൽ ബുക്കും പിന്നെ അതേ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട്? ഞാൻ റിമോട്ട് കാണിച്ചു തരാം ഗൈസ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട്. കണ്ടോ, നമ്മുടെ ഹോബി റൈഡ് RCയുടെ ഒക്കെ പോലെ ഇങ്ങനെ കണ്ടോ, ബാറ്ററി കിട്ടിയിട്ടുണ്ട്. ലോ സ്പീഡ്, ഹൈ സ്പീഡ്, പിന്നെ ലൈറ്റ് ഫങ്ഷൻ, ഇത്രയും പരിപാടി ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഉണ്ട് സാധനം. ഈ ഒരു ഒറ്റ ബോക്സിലാണ് ഇത്ര സാധനങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര രസമുണ്ട്. ഒരു ഭയങ്കര ക്യൂട്ട് മറ്റേ കണ്ടെയ്നറിൻ്റെ ഷേപ്പിലുള്ള ഒരു ബോക്സാണ്. ഇതുണ്ടോ, ഇങ്ങനെ കണ്ടെയ്നർ തുറക്കുന്നു, നമ്മളതിൽ നിന്ന് വണ്ടി എടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ കോസ്റ്റ് എഴുതിയിരിക്കുന്നത് 4000 രൂപയാണ് ഗൈസ്, 4000 രൂപ. പക്ഷേ ഞാൻ എല്ലാ ലിങ്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഈ സ്റ്റിക്കർ അങ്ങ് പറിച്ചു കളയാം. വാവ്, ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട് വണ്ടി കാണാൻ. ഒരു നമുക്ക് ഇങ്ങനെ സ്കെയിൽ മോഡലാക്കി മറ്റേ ഒരു കളക്ഷനായിട്ട് ഇങ്ങനെ ഷോക്കേസിലും വെച്ച് കഴിഞ്ഞാലും ഭയങ്കര രസമുണ്ടാവും അല്ലേ. ഭയങ്കര ഹെവി ഡീറ്റെയിൽ അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഒരു വിലക്ക് ഓക്കെ സെറ്റ് വണ്ടിയാണിത്. പിന്നെ ഈ വണ്ടികളൊന്നും ഒരിക്കലും ഹോബി ഗ്രേഡ് എന്നൊന്നും ആരും പറയരുത്. ഹോബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ എവിടെയെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഹോബി ഗ്രേഡ് അല്ല. ഇതൊക്കെ ഒരു ടോയ്സിൽ തന്നെ ബെറ്റർ ക്വാളിറ്റി ഉള്ള മോഡൽസാണ് ഇതെല്ലാം. നിങ്ങൾ ഹോബി ഗ്രേഡ് ആണെന്നും പറഞ്ഞ് ഇതൊക്കെ പോയി മേടിച്ചിട്ട് ലാസ്റ്റ് ഹോബി ഗ്രേഡിൽ നിന്ന് ചുമ്മാ വിറക്കരുത്, അത്രേ പറയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്യാലോ. അതെ, അടിയിലിങ്ങനെ സ്വിച്ച് കാണാം. ഓക്കെ ഗൈസ്, ഓൺ ചെയ്തു. ഇതുണ്ടോ ലൈറ്റ്സ് അങ്ങനെ വർക്ക് ചെയ്തു. അതെ, ബാക്കിലെ ലൈറ്റും കണ്ടോ, ബ്രേക്ക് ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലൈറ്റിൻ്റെ ഫങ്ഷൻ, ലൈറ്റ് ഉണ്ടോ, ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക്. റിമോട്ടിലെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ, ലൈറ്റ് ഓൺ ഓഫ് ഗൈസ്. പിന്നെ ഇത് സ്പീഡാണ്, ലോ ഹൈ സ്പീഡ്. ഇപ്പം ഡ്രിഫ്റ്റ് ടയർ ആയതുകൊണ്ട് അവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുക. പിന്നെ 4 വീൽ ഡ്രൈവ് ആയിട്ടോ, ബാക്ക് വീൽ ഡ്രൈവ് മാത്രമല്ല 4 വീൽ ഡ്രൈവ് ആണ് ഐറ്റം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കൺട്രോളിലൊക്കെ സാധനം ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ആ വീല് കറങ്ങുന്നതാണ് ഭയങ്കര രസം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്പീഡൊന്ന് മാറ്റിയിട്ടൊക്കെയാ. സ്പീഡ് കൂടി ഗൈസ്. ഓ ഷിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. എന്താണ് ഇവൻ്റെ ഡ്രിഫ്റ്റ് കഴിവുകൾ? എന്തൊക്കെ കഴിവാണെന്ന് നോക്കണ്ടേ. നമ്മുടെ മെയിൻ ഡ്രിഫ്റ്റ് കിങ്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഡ്രിഫ്റ്റ് കാർസ് അല്ല, ഓൺ റോഡ് കാർസാണ്. നമ്മുടെ കാർ ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ടറയിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി പറ്റില്ലായിരിക്കും. കാരണം ഈ ടറൈൻ അറിയാലോ, അത്ര സ്ലിപ്പറി ആയിട്ടുള്ള ടറൈനല്ല. പക്ഷെ നമുക്ക് ശ്രമിച്ച് നോക്കാം. കണ്ടോ, വീല് കറങ്ങുന്നതാണ് ഭയങ്കര രസമാട്ടോ ഗൈസ്. ഇതിൻ്റെ ആക്സിലറേഷൻ പ്രൊപ്പോർഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ആക്സിലറേഷൻ
നമ്മൾ പതിയെ ആക്സിലേറ്റർ കൊടുത്താൽ പതിയെ പോവും, സ്പീഡിൽ കൊടുത്താൽ സ്പീഡിൽ പോകും. ഓക്കെ, അത് പ്രപ്പോർഷനാണ്. പിന്നെ സ്റ്റിയറിങ് ചെറിയ രീതിയിൽ, ഭയങ്കര ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരിതല്ല, ചെറിയ രീതിയിൽ ടേൺ ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ, വലിയ ഭയങ്കര ഹൈ സെൻസിറ്റീവ് നമ്മുടെ പ്രൊഫഷണൽ ഹോബി ഗ്രേഡിൻ്റെ പോലത്തെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം. കമോൺ. ഓ ഗൈസ്, ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യലൊന്നും നടക്കൂല കേട്ടോ. കാരണം ഇത് ഡ്രിഫ്റ്റ് അറിയാനല്ല, അതുകൊണ്ട് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ ടാസ്ക്കാണ്. അപ്പോൾ പവർ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി ചെറുതൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ ടാസ്ക്കാണ് ഗൈസ്. ഓക്കെ, റെഡി? Come on, drift. Oh shit. Okay, ഒന്നുകൂടി നോക്കാം. നമ്മൾ ചെറിയ ടേബിളിന്റെ മുകളിലിട്ടാണ് അഭ്യാസം കളിക്കുന്നത്. പോയി ഗൈസ്. ഇതാണ് ഗൈസ് ഇതിന്റെ സൈസ്. കണ്ടോ, നമ്മുടെ ഫെലോണി ഉണ്ടല്ലോ, ഇത്രയും സൈസ് ഉണ്ട്. സോ വീണില്ല. എൻ്റെ അമ്മു ഗൈസ്, അവിടെ പോയിട്ട് വീണില്ല. കറക്റ്റ് ജസ്റ്റ് മിസ്സിന് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പാർക്ക് ചെയ്ത പോലെ അങ്ങ് വെച്ചു. നമുക്ക് ഇനി ഒന്നുകൂടി അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഷിറ്റ്, അത് മാത്രം ഫെയിൽ ആയിപ്പോയി. നല്ല എന്റർടൈൻമെന്റ് പരിപാടി കേട്ടോ. ഷിറ്റ് ഗൈസ്, ഇതിനാണ് ടാലന്റ് വേണം എന്ന് പറയുന്നത്. നേരത്തെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വന്നതാണ്. ടഫ് വരൂ കുട്ടി വരൂ. നമ്മുടെ പെട്രോൾ ആർസിയുടെ സൈസൊക്കെ ഉണ്ടോ. കുട്ടി ഇങ്ങനെ വരൂ. കമോൺ. റിവേഴ്സ് ഡ്രിഫ്റ്റ് നോക്ക് ഗൈസ്. നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. അപ്പോൾ ഇത് നല്ലൊരു ഡ്രിഫ്റ്റ് ടെറയിലായിരുന്നെങ്കിൽ ഈ വണ്ടി സെറ്റായിരുന്നു കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ ഇതിന്റെ പ്രൈസാണ് ശരിക്കും ഞെട്ടിക്കുന്ന പ്രൈസ്. വലിയ വിലയൊന്നുമില്ല, കുറച്ച് റേറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നേരെ അവിടെ കയറിയിട്ട് മേടിക്കാം. ഇത് ലോഡ് കാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഇറക്കുന്നതാണ്. സോ കൊള്ളാം ഗൈസ്. അവർ നമുക്ക് അയച്ചു തന്ന വണ്ടിയാണ്. 2 അയച്ചു തന്നിരുന്നു, ഒരു മസ്റ്റാങ്ങും ഒരു ഇതും. രണ്ടും കൊള്ളാം. അവരുടെ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടികൾ കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നു, ഇതുപോലത്തെയും പിന്നെ ഇതിന്റെ വേറെ കുറെ മോഡൽസ് ഇതുപോലത്തെ ഇറങ്ങുന്നുണ്ട്. അതൊന്നും ഹോബി ഗ്രേഡ് അല്ല, പ്യുവർ ഹോബി ഗ്രേഡ് അല്ല. ഹോബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇതല്ല സാധനം. ഓക്കെ, അപ്പോൾ ഇത് 4 വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ്, കുറച്ച് സ്പെക്ക് കൊടുത്ത് ഒരു ടോയിനേക്കാളും കുറച്ചും ടോപ്പ് ഇതിലായിട്ട് ഇറക്കുന്നുള്ളൂ. പക്ഷെ ഹോബി ഗ്രേഡ് ആണെന്ന് പറഞ്ഞാൽ ആരും പോയി ഒരൊറ്റ പേരിൽ പോയിട്ട് മേടിക്കരുത്. കാരണം പ്യുവർ ഹോബി ഗ്രേഡ് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതിൻ്റെ സ്പെക്ക് വേറെയാണ്, അതിൻ്റെ ക്വാളിറ്റി വേറെയാണ്, അതിൻ്റെ പെർഫോമൻസ് വേറെയാണ്.
എല്ലാം അതിൽ യൂസ് ചെയ്യുന്ന പാർട്സ് എല്ലാം അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോളും ഭയങ്കര ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഇൻഡോറൊക്കെ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ചുമ്മാ അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മോഡൽ. കണ്ടോ ഇങ്ങനെയൊക്കെ കോണൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഭയങ്കര രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഡ്രിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ കോണൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഒരു കുഞ്ഞു വണ്ടിയുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മേടിക്കേണ്ടവർക്ക് നേരെ പോയി മേടിക്കാം. അതിനകത്ത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ GTR തന്നെയാണ് കേട്ടോ. GTR നല്ല ക്വാളിറ്റിയും ബോഡി ക്വാളിറ്റി ഭയങ്കര ഹാർഡ് ബോഡി അതിൻ്റെ, മറ്റേ പ്ലാസ്റ്റിക് മറ്റേ എന്താ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയല്ല, ഹാർഡ് ബോഡി. പിന്നെ ഈ ലുക്കും എല്ലാം നമ്മുടെ GTR ബെറ്ററാണ്. പിന്നെ അതിനകത്ത് വേറെ കുറേ മോഡൽസ് ഉണ്ട്. നമ്മുടെ മസ്റ്റാങ്ങിലാണ് ഈ അടിയിൽ ലൈറ്റൊക്കെ കത്തും, അങ്ങനത്തെ സെറ്റപ്പ് വണ്ടികളൊക്കെയാണ്. സോ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വണ്ടിയുടെ ആയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.